ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 25-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. മുടങ്ങാതെ കഥയുടെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. പങ്കജാക്ഷൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വിവരം ശ്രീമംഗലംകാർക്ക് മാത്രമായിരുന്നില്ല ഭീതിദായകമായ വാർത്തയായിരുന്നത്. കേരളം മുഴുവൻ ആ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടു. ശ്രീമംഗലംകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പലരുടെയും പ്രിയപ്പെട്ട നേതാവായിരുന്നു പങ്കജാക്ഷൻ. അതുകൊണ്ട് അവർ ആ കാര്യം ചർച്ച ചെയ്തു. കേരളത്തെ മുഴുവൻ ആളുകളും അത് ചർച്ച ചെയ്യാൻ കാരണം കൊലപാതകത്തിൻ്റെ സ്വഭാവമാണ്. ശരീരത്തിലെ കുറേ ഭാഗങ്ങൾ എന്തോ ജീവി ഭക്ഷിച്ചതുപോലെ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് വാർത്തയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടാക്കിയത്. വന്യജീവികളൊന്നും എത്തിപ്പെടാറുള്ള സ്ഥലമായിരുന്നില്ല അത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ശരീരത്തിലെ ഒരു പ്രത്യേക ഭാഗം മാത്രമായി ഒരു ജീവിയും അങ്ങനെ ഭക്ഷിക്കുകയുമില്ല. ഇതിപ്പോൾ മരണം ഉറപ്പാക്കാൻ വേണ്ടി ഒരു നിശ്ചിത ഭാഗം മാത്രം ഭക്ഷിക്കുകയോ അറുത്തുമാറ്റുകയോ ആണ് ചെയ്തിരിക്കുന്നത്. അതും ആ ശരീരത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം കൊണ്ടുപോവുകയോ ഭക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. കൊലപാതകം സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ ഇനി ഓരോന്നായി പുറത്തു വരണം. എന്തായാലും കുറേ ദിവസങ്ങൾ കഴിയാതെ കാര്യത്തിനെപ്പറ്റി ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിയില്ല. സമുന്നതനായ യുവരാഷ്ട്രീയ നേതാവ് കൊല ചെയ്യപ്പെട്ട കേസായതുകൊണ്ട് കേസിൻ്റെ അന്വേഷണത്തിനു വേണ്ടി വളരെ കഴിവുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു ടീമിനെ അന്ന് തന്നെ രൂപീകരിച്ചു. ആ വാർത്തകളും മൃതസംസ്കാര വാർത്തകളും മറ്റുമെല്ലാം ചേർത്താണ് വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ജനങ്ങളോട് പറഞ്ഞത്. ജനങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവനായിരുന്ന പങ്കജാക്ഷൻ്റെ മരണത്തിൽ അനുശോചനവും അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തി. അതിനോടൊപ്പം മരണകാരണമായ ശക്തികളെ എത്രയും വേഗം നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും മാതൃകാപരമായി ശിക്ഷിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കേട്ടപ്പോൾ ജനങ്ങൾക്ക് വളരെ സന്തോഷമായി. അതിൽ നിർവൃതി കണ്ടെത്തുന്നവരാണല്ലോ നമ്മൾ. പങ്കജാക്ഷൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീമംഗലത്തേക്ക് കൊണ്ടുവന്നത് വിലാപയാത്രയായിട്ടാണ്. അങ്ങനെ വിലാപയാത്രയായി കൊണ്ടുവരാമെങ്കിൽ അതിൽ നിന്നും ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് പാർട്ടിക്കാർ അപ്പോഴേ കണ്ടിരുന്നു. നേതാവിൻ്റെ മരണവും വോട്ടാക്കി മാറ്റാനുള്ള ഒരു അനുകൂല തരംഗമുണ്ടാക്കിയെടുക്കാനാണ് അവർ പരിശ്രമിച്ചത്. അവർക്ക് ആര് മരിച്ചാലും വേണ്ടില്ല, ആര് ജനിച്ചാലും വേണ്ടില്ല, വോട്ട് കിട്ടണം, അധികാരത്തിലേക്ക് കയറണം, അത്ര തന്നെ. പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞ് മൃതദേഹം അവിടെ നിന്നും വിട്ടുകിട്ടിയ സ്ഥലത്ത് വെച്ച് തന്നെ പാർട്ടി പതാകയെല്ലാം പുതപ്പിച്ചു. എന്നിട്ട് തുറന്ന വാഹനത്തിൽ മൃതസംസ്കാരം നടക്കുന്ന ശ്രീമംഗലത്തേക്കുള്ള വിലാപയാത്ര ആരംഭിച്ചു. വഴിയരികിൽ നിന്നും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. പാതയോരങ്ങളിൽ ജനസഹസ്രങ്ങളെ എത്തിക്കുന്നതിന് ആ ഭാഗങ്ങളിലുള്ള പാർട്ടി പ്രവർത്തകർ കഠിനമായി അധ്വാനിച്ചു. അതുകൊണ്ട് ആ സംഭവം മറ്റൊരു വാർത്തയായി മാറി. എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ധാരാളം ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് പങ്കജാക്ഷൻ്റെ മരണം. വൈകുന്നേരത്തോടെ ശ്രീമംഗലത്ത് മൃതസംസ്കാരം നടക്കും. ദിവസങ്ങൾക്കുള്ളിൽ പങ്കജാക്ഷൻ എല്ലാവരുടെയും സ്മൃതിമണ്ഡലത്തിൽ നിന്നും അപ്രത്യക്ഷമാകും. കുറേ നല്ല കാര്യങ്ങൾ കുറേ പേർക്ക് ചെയ്തിട്ടുണ്ട് അയാൾ എന്നത് സത്യമാണ്. എന്നാൽ പോലും ഇപ്പോൾ പറയുമ്പോൾ ആളുകൾ ചരമപ്രസംഗത്തിൽ പറയുന്നത് പോലെ പങ്കജാക്ഷൻ എന്നത് ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു എന്നാണ്. ഒരു കാരണവശാലും ഒരിക്കലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും അദ്ദേഹം മായില്ല എന്നുമാണ്. വെറുതെയാണ് എന്ന് പറയുന്നവർക്കും അറിയാം. രക്തസാക്ഷിയൊന്നും അല്ലെങ്കിൽ പോലും
അദ്ദേഹം ഈ നാടിനു വേണ്ടി ജീവൻ ബലികഴിച്ചു എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. എങ്ങനെയെങ്കിലും പങ്കജാക്ഷൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ട് പിരിവ് കൂടി ഉടനെയെങ്ങാനും ഉണ്ടാകും. അതിൽ നിന്നും അവർക്ക് എത്ര കിട്ടും കിട്ടില്ല എന്നതൊക്കെ ചോദ്യമായി അവശേഷിക്കും. ചോദ്യമായി മാത്രം. 5 മണിയോടുകൂടി മൃതദേഹം ശ്രീമംഗലത്ത് എത്തിച്ചേർന്നു. ശ്രീമംഗലംകാരല്ലാതെ തന്നെ പുറത്തുനിന്നുള്ള കുറേ പേർ അതിലുണ്ടായിരുന്നു. പരസ്പരം അറിയാത്തവരും അറിയാവുന്നവരുമായ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി പങ്കജാക്ഷൻ്റെ മൃതശരീരം ചിതയിലേക്ക് വെച്ചു. അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നവരുടെ കൂട്ടത്തിൽ റിയൽടെക്സ് കമ്പനി ഡയറക്ടർമാരും ഉണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞത് അവരുടെ തിരിച്ചറിയാത്ത പാർട്ട്ണറെക്കുറിച്ചു കൂടിയായിരുന്നു. നമ്മുടെ കമ്പനിക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരം ചെയ്തയാളാണ് പങ്കജാക്ഷൻ. എന്നിട്ടും അയാളുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും അയാൾ വന്നില്ലല്ലോ. നമ്മളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ആ പാർട്ട്ണർ മനുഷ്യത്വമില്ലാത്തവൻ തന്നെയാണ്. അയാളോടൊപ്പം പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെങ്കിലും ചിലരെപ്പറ്റി അഭിപ്രായം പറയുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കില്ല. ആ പ്രധാനപ്പെട്ട കാര്യം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ബാക്കി എല്ലാവരും ഇയാളുടെ അഭിപ്രായത്തിനെ അനുകൂലിച്ചില്ല. പകരം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ മൗനം അവലംബിക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ ഒരാൾ ചോദിച്ചു, ഇന്നിപ്പോൾ മൃതസംസ്കാരത്തിന് ശ്രീമംഗലത്ത് വന്ന മുഴുവൻ ആളുകളെയും നിങ്ങളോ ഞാനോ അറിയുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളാരും തിരിച്ചറിയാത്ത നമ്മുടെ ഡയറക്ടറും ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഒരു തരത്തിലും പരിചയമില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയോ നാടുകളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അയാൾക്ക് അങ്ങനെ മറഞ്ഞു നിൽക്കേണ്ട ആവശ്യം എന്ത് എന്നത് സംശയമുള്ള കാര്യമാണ് താനും. അയാൾ ചിലപ്പോൾ ആ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അയാൾക്ക് നമ്മുടെ മുൻപിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ മടിയുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും കാലവും ഒളിഞ്ഞു നിന്നത്. അങ്ങനെ വരുമ്പോൾ അയാൾ നമ്മളോടാണെങ്കിലും സംസാരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇനി സംസാരിച്ചാലും പരിചയപ്പെടുത്തിയില്ലെങ്കിൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അയാൾ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ട് പോലും ഉണ്ടാവും. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ മാത്രമല്ലേ അയാളെ പിടികിട്ടുകയുള്ളൂ. അയാളുടെ ശബ്ദം കേട്ടാൽ പോലും ഈ തിരക്കിനിടയിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയുമില്ല. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്, അയാൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. ആ നിമിഷം തന്നെ അവരുടെ എല്ലാവരുടെയും ഫോണുകളിലേക്ക് ഓരോ മെസ്സേജ് വന്നു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർമ്മിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഭാഗം മറ്റന്നാൾ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ എല്ലാവരും കേൾക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ. ഓക്കേ.